അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വളരെ പുണ്യമാക്കപ്പെട്ട ഒരു ദിവസത്തിലാണ് നാം ഉള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് ളുഹാ നിസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപവും ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്റും ദുആയും ഒക്കെ ഏറ്റവും ലളിതമായി പറഞ്ഞുതരാൻ. ളുഹാ നിസ്കാരം നിർവഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണണം. കാരണം നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പലരും അറിയാതെ പോയ ഒരു കാര്യമാണ്. ഇന്നത്തെ ദിനം മുതൽ ളുഹാ നിസ്കാരം ഈ രൂപത്തിൽ പതിവാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ളുഹാ നിസ്കാര ശേഷം ഈ പറയുന്ന രൂപത്തിലുള്ള ദിക്റും ദുആയും ഒക്കെ ചൊല്ലി നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. അതേതാണെന്നുള്ളതൊക്കെ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മാത്രമല്ല, ളുഹാ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക, എപ്പോഴാണ് അവസാനിക്കുക തുടങ്ങിയ വിഷയങ്ങൾ കൂടി ലളിതമായി പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കൃത്യമായി കണ്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കലാണ്. ഏതായാലും നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അതായത്, ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട മുഖയ്യദായ സുന്നത്ത് നിസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് വിധമാണ്. ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, മറ്റൊന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ. എന്നാൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ളുഹാ നിസ്കാരം. അപ്പോൾ ളുഹാ നിസ്കാരം എന്ന് പറയുന്നത് ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് സുന്നത്തില്ല. അത് റമദാനിലും സുന്നത്തില്ല, റമദാൻ അല്ലാത്ത സമയങ്ങളിലും ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് സുന്നത്തില്ല. അപ്പോൾ ളുഹാ നിസ്കാരം ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ആവശ്യം മനസ്സിലാക്കാം. രണ്ടാമത്തെ വിഷയം, ളുഹാ നിസ്കാരം നിർവഹിക്കേണ്ട സമയം. അതായത്, സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര ഖദ്ർ ഉയർന്നത് മുതലാണ് ളുഹാ നിസ്കാരത്തിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുന്തത്തിൻ്റെ അത്ര ഖദ്ർ എന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 6:50 സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ 20 മിനിറ്റ് കഴിയാം. അതായത് ഒരു 7:10 ശേഷം സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴാണ് ളുഹാ നിസ്കാരത്തിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സമയം നിലകൊള്ളുന്നത് ഉച്ച വരെയാണ്. ഉച്ച എന്ന് വെച്ചാൽ ളുഹർ ബാങ്ക് വരെയാണ് ളുഹാ നിസ്കാരത്തിൻ്റെ സമയമുള്ളത്. ആവശ്യം കൂടി മനസ്സിലാക്കാം. ഇനി ഇതിൽ വെച്ച് ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? ഏറ്റവും നല്ല സമയം സുബഹി ബാങ്ക് മുതൽ, അതായത് സുബഹിൻ്റെ സമയം മുതൽ മഗ്രിബ് വരെ, അതായത് മഗ്രിബ് ബാങ്ക് വരെ, ആ സമയങ്ങൾക്കിടയിൽ നിന്നും ആ സമയത്തിൻ്റെ 1/4 വിട്ടുകിടക്കുന്ന നേരത്ത്. ചുരുക്കി പറഞ്ഞാൽ സുബഹി മുതൽ പകലിൻ്റെ 1/4 വിട്ടുകിടക്കുന്ന നേരത്താണ് ഏറ്റവും നല്ല സമയം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 5:30 സുബഹി ബാങ്ക് വിളിക്കുകയാണെന്ന് വെക്കാം. 6:30 മഗ്രിബ് ബാങ്കും വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ 13 മണിക്കൂറുണ്ട്. ഈ 13 മണിക്കൂറിൻ്റെ 4/1 എന്ന് പറയുന്നത് 3 മണിക്കൂറും 15 മിനിറ്റുമാണ്. അപ്പോൾ ഏകദേശം ഒരു 8:45 9 മണിയൊക്കെ ആകുന്ന ആ നേരമുണ്ടല്ലോ, ആ നേരത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ആവശ്യം മനസ്സിലാക്കാം. രാവിലെ. അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ളുഹാ നിസ്കാരത്തിലെ റക്അത്തുകളുടെ എണ്ണമാണ്. ളുഹാ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്തുകളാണ്. ളുഹാ നിസ്കാരം അധികരിച്ചത് 12 റക്അത്തുകളാണ്. ളുഹാ നിസ്കാരത്തിൽ ശ്രേഷ്ഠമായതെന്ന് പറഞ്ഞ് ഫിഖ്ഹിലെ കിതാബ് നമ്മോട് പരിചയപ്പെടുത്തുന്നത് 8 റക്അത്തുകളാണ്. അപ്പോൾ ഒരാൾക്ക് ളുഹാ നിസ്കാരം 2 നിസ്കരിക്കാം, 4 നിസ്കരിക്കാം, 6 നിസ്കരിക്കാം, 8 നിസ്കരിക്കാം. ളുഹയുടെ നിയത്തോടെ കൂടെ 12 റക്അത്ത് വരെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ഇനി 2-ൽ കൂടുതൽ നിസ്കരിക്കുന്നവരാണെങ്കിലും ഈ 2 റക്അത്തുകളായി തന്നെയാണ് നിർവഹിക്കേണ്ടത്. അതാണ് നല്ലത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കുക, ളുഹാ നിസ്കാരം ഒരു സുന്നത്ത് നിസ്കാരമാണ്. തുടക്കത്തിൽ നമ്മൾ ബാങ്കും ഇഖാമത്തൊന്നും വിളിക്കേണ്ടതില്ല. ഇതിൻ്റെ രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം നിയത്തോടെ കൂടെ തക്ബീർ ചൊല്ലി കൈകെട്ടി 2 റക്അത്ത് സാധാരണ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ നിസ്കരിക്കാം. അപ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത്? ഉസല്ലി സുന്നത്തുൽ ളുഹ റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി
അദാ അൻ ലില്ലാഹി തആല. ളുഹ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ തക്ബീർ ചൊല്ലി കൈകെട്ടി സാധാരണ 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുന്ന പോലെ നിർവഹിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തക്ബീർ ചൊല്ലി കൈകെട്ടിയ ഉടനെ നമ്മൾ വജ്ജഹ് തോതുക എന്നുള്ളത് സുന്നത്ത് നിസ്കാരത്തിനും സുന്നത്താണ്. ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക നിർബന്ധമാണ്, നമുക്കറിയാം. അതിനുശേഷം ഒരു സൂറത്ത് ഓതുക. ഇനി നമ്മൾ മനസ്സിലാക്കുക, ളുഹാ നിസ്കാരത്തിൻ്റെ ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു ഷംസ് ഓതുക എന്നുള്ളത് പ്രധാനപ്പെട്ട സുന്നത്താണ്. സൂറത്തു ഷംസ് അറിയുമെങ്കിൽ സൂറത്തു ഷംസ് ഓതുക, അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സൂറത്ത് ഓതാം. പക്ഷേ സൂറത്തു ഷംസ് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു ളുഹ ഓതുക എന്നുള്ളത് പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇതിന് മാത്രമല്ല 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ ഓതണമെന്നും 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്നുമുണ്ട്. അങ്ങനെയാവുമ്പോൾ 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു ഷംസും സൂറത്തുൽ കാഫിറൂന 2 സൂറത്തോതുകളും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അങ്ങനെ സൂറത്തു ഷംസ് അറിയുന്നില്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂന മാത്രവും ഓതാം. ഇനി 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ളുഹയും അതേപോലെ സൂറത്തുൽ ഇഖ്ലാസും. അപ്പോൾ സൂറത്തുൽ ളുഹയും സൂറത്തുൽ ഇഖ്ലാസും 2 സൂറത്ത് ഓതുക എന്നുള്ളതും 2ാമത്തെ റക്അത്തിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇനി ഇത് അറിയുന്നില്ലെങ്കിൽ അറിയുന്ന സൂറത്ത് മാത്രം ഓതിയാൽ മതി. ഓക്കെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2ൽ കൂടുതൽ നിസ്കരിക്കുമ്പോൾ പിന്നീടുള്ള ഓരോ 2 റക്അത്തുകളിലും ആദ്യത്തെ 2 റക്അത്തുകൾ പിന്നീടുള്ള ഓരോ 2 റക്അത്തുകളിലും ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂനയും 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസും മാത്രം ഓതിയാൽ മതി. ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 റക്അത്തിൽ നിസ്കരിക്കാം. 4 പറ്റുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. ഇനി 8 ഒക്കെ പറ്റുമെങ്കിൽ അത് പതിവാക്കാനുള്ള ശ്രമമൊക്കെ നടത്തുക. അത് വളരെ നല്ലതാണ്. ആവശ്യം മനസ്സിലാക്കാം. അടുത്തത്, സുന്നത്ത് നിസ്കാരമാണെങ്കിലും നമ്മൾ സലാം വീട്ടാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവസാന അത്തഹിയാത്തിന് വേണ്ടി എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ മോഡലാണ് ഇരിക്കുക. അതിനുശേഷം അത്തഹിയാത്തും, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുആവും ചൊല്ലിയിട്ടാണ് സലാം വിട്ടേണ്ടത്. ഈ ശേഷമുള്ള സലാത്തും ദുആവും ഒക്കെ പൂർണ്ണമായി ചൊല്ലുന്നില്ല എങ്കിൽ അതിന് ചുരുക്കിയോ അതിൻ്റെ രൂപമൊക്കെ കഴിഞ്ഞ വിത്തറിൻ്റെ വീഡിയോകളൊക്കെ സംസാരിച്ചത് കൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആവശ്യം കൂടി മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ളുഹാ നിസ്കാര ശേഷമുള്ള ദുആയാണ്. അതായത് നമ്മൾ എത്രയാണോ നിസ്കരിക്കുന്നത് അത്ര നിസ്കരിച്ചതിന് ശേഷം ഇങ്ങനെ ദുആ ചെയ്യാം. അപ്പോൾ 2 റക്അത്ത് മാത്രം നിസ്കരിക്കുന്നവരാണെങ്കിൽ ആ 2 റക്അത്തുകൾക്ക് ശേഷം, ഇനി 4 നിസ്കരിക്കുന്നവരാണെങ്കിൽ ആ 4 റക്അത്തുകളും പൂർത്തിയായതിനു ശേഷം, അങ്ങനെ നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ അത് എത്ര റക്അത്തുകളാണോ ആ റക്അത്തുകളൊക്കെ സലാം വീട്ടിയതിന് ശേഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന രൂപത്തിൽ ദിക്റും ദുആവും ചൊല്ലി നമ്മൾ അറിയുന്ന രൂപത്തിൽ മലയാളത്തിലും ദുആ ചെയ്യാം. ആ ദുആണ് സ്ക്രീനിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു വിഷയം മനസ്സിലാക്കാം. ളുഹാ നിസ്കാര ശേഷം നമ്മൾ ഈ ദിക്ർ 40 പ്രാവശ്യം, പറ്റുന്ന ആളുകൾ 100 പ്രാവശ്യം ചെല്ലാം. 100 പ്രാവശ്യം പറ്റുന്നില്ല എങ്കിൽ 40 പ്രാവശ്യം ചെല്ലാം. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു ദുആവും കൂടിയുണ്ട്. ദുആ ചെയ്യുമ്പോൾ നമുക്കറിയാം, നല്ല രൂപത്തിൽ ദുആ ചെയ്യുമ്പോൾ കൃത്യമായി കൈ ഉയർത്തി തുടക്കത്തിൽ അവസാനത്തിലേക്ക് ഹംദും സലാത്തൊക്കെ പറയണം. ഞാൻ ആ ദുആൻ്റെ ഉള്ളടക്കം മാത്രമാണ് പറഞ്ഞിരുന്നത്. വളരെ നല്ല മഹത്വമുള്ള ദുആ ആണ്. കൃത്യമായി ശ്രദ്ധിക്കുക. പറ്റുന്നവരൊക്കെ ചൊല്ലുക. അല്ലാഹുമ്മ ഇന്ന ളുഹാഹ ളുഹാഉക് വൽ ബഹാഅ ബഹാഉക് വൽ ജമാല ജമാലുക് വൽ ഖുവ്വത ഖുവ്വതുക് വൽ ഖുദ്റത ഖുദ്റതുക് വൽ ഇസ്മത ഇസ്മതുക്. അല്ലാഹുമ്മ ഇൻ കാന റിസ്കി ഫിസ് സമാഇ ഫഅൻസിൽഹു വ ഇൻ കാന ഫിൽ അർളി ഫഅഖ്രിജ്ഹു വ ഇൻ കാന മുഅസ്സറൻ ഫയസ്സിർഹു വ ഇൻ കാന ഹറാമൻ ഫതഹിർഹു വ ഇൻ കാന ബഈദൻ ഫഖരിബ്ഹു ബിഹഖി ളുഹാഇക വ ബഹാഇക വ ജമാലിക വ ഖുവ്വതിക വ ഖുദ്റതിക ആതിനി മാ ആതൈത ഇബാദക സ്വാലിഹീൻ. അല്ലാഹുമ്മ ബിക ഉസാവിലു വ ബിക ഉഹാവിലു വ ബിക ഉഖാതിലു. ഇൻഷാ അല്ലാഹ്. ഇതാണ് ദുആ. ഇനി നമ്മൾ ളുഹാ നിസ്കാര ശേഷം ചൊല്ലേണ്ട ദിക്ർ, അതായത് റബ്ബി ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്നുള്ള ഈ ദിക്ർ കൂടി ചൊല്ലാം. ഈ ദിക്ർ പറ്റുന്ന ആളുകൾ 100 പ്രാവശ്യം ചൊല്ലാം. അതിന് പറ്റുന്നില്ല എങ്കിൽ 40 പ്രാവശ്യം ചൊല്ലാം. എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്ക് റബ്ബായ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പറഞ്ഞ് മലയാളത്തിലാണെങ്കിൽ ദുആ ചെയ്യാം. അത് പതിവാക്കുന്നതിലൂടെ നല്ല മാറ്റങ്ങൾ ലഭ്യമാകും.
മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുകൾ ഉണ്ടാവാനൊക്കെ ഇത് കാരണമായി മാറും. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഏറ്റവും ലളിതമായി ഇസ്ലാമിക വിഷയങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നല്ലൊരു സുവർണാവസരമുണ്ട്. നാഫി അക്കാഡമി എന്ന് പറയുന്ന പുതിയൊരു അക്കാഡമി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹിക്മ കോഴ്സ്, അതേപോലെ തജ്വീദ് ആൻഡ് ഖുർആൻ പ്രാക്ടിക്കൽ കോഴ്സസ്, നിസ്കാരം പൂർണ്ണരൂപം ക്ലാസ്സസ്. ഹിക്മയിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നിസ്കാരത്തിൻ്റെ സെപ്പറേറ്റ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ നിസ്കാരം, ഉളു, കുളി, അതേപോലെ തയമ്മും തുടങ്ങിയവയുടെയൊക്കെ കൃത്യമായ നിയമങ്ങൾ. കൂടാതെ ഹിക്മയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സക്കാത്ത്, അതേപോലെ ഹജ്ജ്, ഉംറ, ഡെയിലി ലൈഫിൽ ചൊല്ലേണ്ട ദിക്റുകൾ, അതേപോലെ മാരേജ് ലൈഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ബിസിനസ് റൂൾസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി വേറൊരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ ആൻഡ് തജ്വീദ് പ്രാക്ടിക്കൽ കോഴ്സിലൂടെ ഒരു പ്രത്യേകമായിട്ട് ഖുർആൻ്റെ മേഖലയിൽ ഒരുപാട് പഠനം നടത്തിയ ഒരു ഖാരി ഉസ്താദ് വന്നതുകൊണ്ട് ഖുർആൻ്റെ സൂറത്തുകളൊക്കെ, ചെറിയ സൂറത്തുകളും ഫാത്തിഹ സൂറത്തുകളും യാസീനൊക്കെ നമുക്ക് ഓതിക്കേൽപ്പിച്ചുകൊണ്ട് ഓരോ നിയമങ്ങൾ കൂടി നമുക്ക് പഠിപ്പിച്ചു തരും. ഇതും ഹൈലി യൂസ്ഫുള്ളാണ്. ജോയിൻ ചെയ്ത ആളുകളൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒപ്പം കുറേ പാവപ്പെട്ടവർ കൂടി ഈ വിശുദ്ധ റമദാൻ മാസം നല്ല രൂപത്തിൽ നല്ല സഹായങ്ങൾ നൽകാൻ വേണ്ടി പ്രത്യേകമായൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റാവുന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് ദീനിയായ വിഷയങ്ങളും മറ്റുമൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന രൂപത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ നൽകുകയാണെങ്കിൽ വലിയൊരു ബർക്കത്തുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുകൊണ്ട് ഇത്രയൊന്നും ആരോടും പറയുന്നില്ല. പറ്റുന്നത് അത് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും, ഒരു 10 രൂപ മാത്രം പറ്റുന്നെങ്കിൽ അതാണെങ്കിൽ കുഴപ്പമില്ല. അല്ല കൂടുതൽ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പറ്റുന്ന ആളുകൾ ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരിക. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നൽകുന്നതിലും അതേപോലെ നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഓരോ കാര്യങ്ങളിലും വലിയ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സമയങ്ങളൊക്കെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.